നീച്ചിട്ട് എന്തേലും തിന്നാൻ പറയും. ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. ഇതല്ലെങ്കിൽ വേറെ പടച്ചോൻ വിധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക, അത്ര തന്നെ. എന്റെ കുട്ടീനെ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? എന്റെ കുട്ടി അണിഞ്ഞൊരുങ്ങി വന്ന് ഓലെ ഇടയിലൊക്കെ വസളായി നിന്നീലെ. കൊറേ ആഗ്രഹിച്ചതാണ് ഓനെ കല്യാണം കഴിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ. അതൊക്കെ ആ തള്ളി മകളും കാരണം ഒക്കെ ഇല്ലാതായി. എന്തായാലും കാര്യങ്ങൾ ഇപ്പൊ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഓനക്ക് സെമീറാനെ മതി, സെമീറാനെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സെമീറാനെ കൊണ്ട് ഓനോണ്ട് കല്യാണം കഴിപ്പിക്കല്ലേ നല്ലത്. ആ കുട്ടികളൊന്ന് രക്ഷപ്പെട്ടോട്ടെ, നല്ല രീതിയിൽ ഓക്ക് കല്യാണം കഴിച്ച് ഓന്റെ കൂടെ നല്ലപോലെ സുഖമായിട്ട് ജീവിക്കാലോ. ഓളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കേ ഇന്റെ മകള് സങ്കടപ്പെട്ടിരുന്നോട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം എന്തായാലും ആ കല്യാണം ഞാൻ നടത്തൂല. ഈ പെരന്റെ ഉള്ളിൽ അങ്ങനെ ഒരു കല്യാണം എന്തായാലും ഉണ്ടാവൂല. എങ്ങനായാലും ഓളെ ഞാൻ ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഓള് നരകിച്ച് ജീവിക്കണം, അത്ര എനിക്കുള്ളൂ. ഓനെ കല്യാണം കഴിച്ചിട്ടേ നല്ല രീതിയിൽ ഓൾ എന്തായാലും ജീവിക്കാൻ പാടില്ല. അത്രയും ദേഷ്യാണ് ഓളോട്. ആ ദേഷ്യത്തിന് ഒരു കാരണം ഉണ്ടാവുമല്ലോ. എന്തിനാണ് ദേഷ്യം എന്നോ? അത് അനക്ക് പറഞ്ഞാ മനസ്സിലാവൂല മോളെ. ഇന്നേ ഓളെ വാപ്പ കെട്ടി കൊണ്ടുമ്പോ എന്നോട് എന്താ പറഞ്ഞിരുന്നു? എന്റെ അമ്മാന്റെയും കാര്യം മാത്രം നോക്കിയാ മതി, വേറെ ഒന്നും നോക്കണ്ട. ഓളെ ഞാന് വേറെ എവിടെയെങ്കിലും നിർത്തി പഠിപ്പിച്ചോണ്ട്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴല്ലേ കാര്യൊക്കെ മനസ്സിലാവുന്നത്. മകളെ ഞാൻ കാലാകാലം ഞാൻ നോക്കണം. പിന്നെ അത് മാത്രല്ല, അയാൾക്ക് അയാളെ മകള് വെച്ച ഭയങ്കര ജീവനാ. എന്റെ മകളെ അയാൾക്ക് ഇട്ട് പറ്റൂല്ല. അത് എനിക്ക് തോന്നേടി, എന്റെ മാപ്പിളക്ക് 2 മക്കളും ഒരുപോലെ തന്നെ ഇക്കാരം. പിന്നെ ഒരു സമയത്ത് ചിലപ്പോ ഓളോട് വർത്താനം പറയാൻ പറ്റൂല, മറ്റോളോട് വർത്താനം പറയാൻ പോയിട്ടുണ്ടാവും. അതൊക്കെ ഒരു തെറ്റായിട്ട് ഇജ്ജ് കാണല്ലേ? ഇന്റെ തോന്നല്. ഈ കന്നോട് ഇപ്പൊ കൂടുതലൊന്നും വർത്താനം പറയാൻ വെച്ചാൽ ഞാൻ പോവാണ്, എനിക്ക് കുറെ പണികളുണ്ട്. ഇജ്ജ് വിളിച്ചപ്പോ ഒന്ന് ഇങ്ങോട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇജൊക്കെ ഓളെ ഭാഗാന്നുള്ളത് നന്നായിട്ട് അറിയാം. അറിഞ്ഞുങ്ങാണ്ട് തന്നെ ഞാൻ എന്നോട് ഈ സംസാരിക്കണതൊക്കെ. നിങ്ങളൊക്കെ ഓളെ ഭാഗാണ്, എല്ലാരും കൂടി എന്നെ ചതിക്കാണ് ചെയ്യണത്. എനിക്ക് നന്നായിട്ട് അറിയാം. എന്നോട് വെറുതെ ഓളെ പറ്റിട്ട് പറയണത്. ഞാൻ എന്തായാലും പോട്ടെ. എന്നാ ചെല്ലുന്നാല്. എന്ത് തള്ളീനി തള്ള. അതതിന്റെ ഉമ്മ മരിച്ചേ മുതൽ അതിന് സങ്കടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവൾക്കും ചിന്തിച്ചൂടെ? അതിന്റെ കണ്ണീരേലും കാണണ്ട. അതിന്റെ കല്യാണം കഴിഞ്ഞ് പോയാ പിന്നെ ഇവൾക്ക് ശല്യമില്ലല്ലോ അതിനെ കൊണ്ട്. അത് ചിന്തിക്കൂല. അത് അഥവാ ഒന്ന് കേച്ചിലായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓൾക്ക് എന്ന് നരകിപ്പിക്കണത്. പടച്ചോനെ, ഇജ്ജ് കാണുന്നില്ല ഇതൊക്കെ? ആകെ വസളായി. മറ്റോനും തേച്ച്, ഇവനും പോയി. ഇപ്പൊ എനിക്ക് വേണ്ടിട്ടല്ലേ ഞാൻ മറ്റോനും തേച്ചത്. ഇപ്പൊ രണ്ടും ഇല്ലാത്ത അവസ്ഥ.